ആരതിക്ക് ഒരു സമ്മാനം കൊടുക്കട്ടെ ഞാനിപ്പോ. അപ്പൊ ആവണിക്ക് പിണക്കുവോ? രണ്ടുപേരും കൂടെ തരട്ടെ, എടുത്തോണ്ട് വരട്ടെ. 10ാം ക്ലാസ്സിൽ നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് മിടിക്കായിട്ട് നിൽക്കുമല്ലോ, രണ്ടുപേരും കൂടെ വാങ്ങിച്ചോ. സന്തോഷമായോ? ഹാപ്പി ആയോ? ആദ്യമായിട്ട് ചേട്ടനാ വന്നത്. ആദ്യമായിട്ട് ഞാനാ വന്നത്. എല്ലാ ദിവസവും ഉണ്ട്. എനിക്ക് അവധി കിട്ടുന്ന എല്ലാ ദിവസവും ഞാൻ അച്ഛൻ്റെ ലോട്ടറിക്കാൻ വരും. നമ്മൾ ആ ഒരു സമയത്ത് ഇവിടെ വരുമ്പോഴെന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു അല്ലേ? അതിൽ നിന്ന് ഒരു വലിയ മാറ്റം എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകര് ഇരു കൈകളും നീട്ടിയാണ് ചേട്ടനെ അന്ന് സഹായിച്ചത്. സന്തോഷമുണ്ടോ? ഉണ്ട്. എന്നോട് നന്ദി പറയണ്ടേ? എനിക്ക് നന്ദി പറയരുത്. അങ്ങനെ പറയാം. ഒത്തിരി പേര് എനിക്ക് സഹായിച്ചത്, എല്ലാവരോടും ഞാൻ എന്നെ സഹായിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിൽ ചെങ്ങളത്താണ്. ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്, പരിചിതമാണ് ചേട്ടനെ. ചേട്ടൻ്റെ 2 മക്കളാണ്. ചേട്ടൻ്റെ ചിറകാണ് ആരതിയും ആവണിയും. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുമ്പോഴെന്ന് പറയുമ്പം ആവണിയും അച്ഛനുമായിട്ടുള്ള ലോട്ടറി കച്ചവടം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു. അത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരുപാട് പേര് ഈ ചേട്ടനെയും കുടുംബത്തെയും സഹായിച്ചതാണ്. അപ്പോഴേ ആവണിയാണ് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് സ്കൂളിൽ യൂണിഫോമും ബാഗും ഒക്കെ ആയിട്ട് അച്ഛനെ വണ്ടിയിൽ തള്ളി ലോട്ടറി വിൽക്കാനായിട്ട് ഇവിടെ കൊണ്ട് നിർത്തുന്നത്. അതിനുശേഷം വൈകുന്നേരം ആരതി മോള് അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അച്ഛൻ അത്രയ്ക്കും ശാരീരിക ബുദ്ധിമുട്ടൊക്കെ നേരിടുന്നതാണ്. വർഷങ്ങളായിട്ട് ഈ ചെങ്ങളത്തുള്ള എല്ലാവർക്കും ഈ മക്കളെ പരിചിതമാണ് കേട്ടോ. ആരതി മോളുടെ 10ാം ക്ലാസ്സിലെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. എല്ലാ വിഷയങ്ങൾക്കും A+ ഉണ്ട്. നമ്മൾ ആ ഒരു സമയത്ത് ഇവിടെ വരുമ്പോഴെന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു അല്ലേ? അതിൽ നിന്ന് ഒരു വലിയ മാറ്റം എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അത് തന്നെ വലിയ സന്തോഷം. എനിക്കും നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്കും കൊടുക്കാൻ കഴിഞ്ഞു. ഇന്ന് ഈ മോളുടെ നല്ലൊരു A+ വിജയമായിട്ട് നിൽക്കുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ ഇടപെട്ടിട്ടുള്ളവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുക, അത് കാണാൻ കഴിയുക, അത് തന്നെ വലിയ സന്തോഷമല്ലേ? അപ്പോൾ ഈ ഒരു സന്തോഷം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. മോക്ക് എന്താകാൻ ആഗ്രഹം? എനിക്ക് പഠിച്ച് വെറ്റിനറി ഡോക്ടറാണ്. അതിൻ്റെ കൂടെ തന്നെ UPSC എഴുതിയ IAS ഓഫീസറാണ്. വീട്ടിൽ കുറച്ച് പട്ടിയും എന്തൊക്കെയോ ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. തത്തയൊക്കെ ഉണ്ടോ? എന്തൊക്കെയാ ഉള്ളത്? പട്ടിയുണ്ട്, ആടുണ്ട്, പൂച്ചയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ രോഗം വരുമ്പോഴത്തേക്കും കോടിമല വരെ പോകുമ്പോഴത്തേക്കും ആ ഒരു ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും അതെല്ലാം ചത്തുപോകും. അപ്പം ഇപ്പോഴും ഫംഗസ് ഒക്കെ വന്ന് കിടപ്പുണ്ട്. അപ്പം അതിൻ്റെ ചികിത്സ ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ വേണ്ടി അറിയാൻ വേണ്ടിയിട്ട് വെറ്റിനറി. ഇവൻ കൂടെ വരുമോ നമ്മുടെ കൂടെ? നമ്മുടെ കൂടെ വീട്ടിൽ വരും. വീട്ടിൽ രാവിലെ ഉണ്ടാവും, വീട്ടിൽ കടക്കും, അകത്ത് കടക്കും. രാവിലെ എന്നോട് പോകും. ആദ്യമായിട്ട് ചേട്ടനാ വന്നത്. ആദ്യമായിട്ട് ഞാനാ വന്നത്. ഓക്കെ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയും, മക്കളുടെ വിശേഷങ്ങൾ വിളിച്ചു പറയും. സന്തോഷം. അതുപോലെ തന്നെ നമ്മളുടെ ഒരു സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് ഇവിടെ വന്നിരുന്നു, ബിബിൻ ചേട്ടൻ അല്ലേ? ആക്ടർ ബിബിൻ എന്നെ വിളിച്ചിരുന്നു. എന്നെ വിളിച്ചിട്ട് ഇവരുടെ സാഹചര്യം തൊട്ടടുത്താണ് താമസിക്കുന്നത്, ഈ ജില്ലക്കാരൻ തന്നെയാണ് കേട്ടോ. എന്നോട് ആദ്യം ചോദിച്ചതെന്ന് പറയുമ്പം ഈ ആവണിയെ അച്ഛനെ ഒന്ന് കാണണം, ഞാൻ ഉടനെ അവരുടെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സുഹൃത്തുക്കളെല്ലാം കൂടി സമാഹരിച്ച ഒരു വലിയ തുക തീർച്ചയായിട്ടും ചേട്ടന് കൊടുത്തിട്ടുണ്ട്. അന്ന് ആ ഒരു സമയത്ത് അത് വലിയൊരു ആശ്വാസമായിരുന്നു. മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇരു കൈകളും നീട്ടിയാണ് ചേട്ടനെ അന്ന് സഹായിച്ചത്. സന്തോഷമുണ്ടോ? ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം ഈ A+ വിജയം മിക്കവാറും ചാനലുകാരൊക്കെ ഇപ്പം വന്നിട്ട് മോള് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഷൂട്ടിങ്ങില്ല അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത അത് കാണാമല്ലോ, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നില്ല. ചേട്ടൻ അന്ന് എന്നോട് പറയുന്നത് പറയുമ്പോൾ 98% മാർക്കുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ 98 100% മാർക്കിലാണ് ഇപ്പം വിജയിച്ചിരിക്കുന്നത് കേട്ടോ. അത് ഭയങ്കര സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇനി അടുത്ത ചാൻസ് എന്ന് പറയുമ്പം ആവണിക്കാണ്. ആവണി ഇനി 10ലാണ്. അപ്പം ആവണി ഇനി അടുത്ത എക്സാമിന് 10ൻ്റെ എക്സാമിന് 10 A+ വാങ്ങിക്കുമോ? ഫുൾ A+ വാങ്ങിക്കുമോ? അങ്ങനെ A+ വാങ്ങിക്കുവാണെങ്കിൽ ചേട്ടൻ വലിയൊരു സമ്മാനം തരും. ഓക്കെ. അപ്പൊ ആരതിക്ക് ഒരു സമ്മാനം കൊടുക്കട്ടെ ഞാനിപ്പോ. അപ്പൊ ആവണിക്ക് പിണക്കുവോ? രണ്ടുപേരും കൂടെ തരട്ടെ, എടുത്തോണ്ട് വരട്ടെ. ശരി. ഇതിനകത്ത് എന്തോ ആയിരിക്കും? ഒന്ന് ഗസ് ചെയ്യാവോ? മൊബൈൽസ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ മൊബൈൽ ആയിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും മോക്ക് ഞാനൊരു സമ്മാനം കൊടുക്കുകയാണ് കേട്ടോ. 10ാം ക്ലാസ്സിൽ നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് മിടിക്കായിട്ട് നിൽക്കുമല്ലേ? അപ്പോൾ ഒരു സമ്മാനം കൊടുക്കണ്ടേ? നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ഒരു സമ്മാനം കൊടുക്കണമെന്ന്. നല്ല പുതിയ മോഡലൊരു മൊബൈലാണ് മോക്ക് മാത്രമല്ല രണ്ടുപേരും കൂടെ തരുന്നത് കേട്ടോ. അപ്പം മൊബൈൽ ഉണ്ടോ മോക്ക്? ടാബ് ഉണ്ട്, അത് സൈലങ്കാര് തന്നെ പഠിക്കാൻ വേണ്ടി തന്നെ. അപ്പോൾ ഇതും പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കണം കേട്ടോ. അപ്പം രണ്ടുപേരും കൂടെ വാങ്ങിച്ചോ.
ഇതിപ്പോൾ ചേച്ചി 10ൽ ഫുൾ A+ വാങ്ങിച്ചു, മോള് അടുത്ത് വാങ്ങിക്കുമ്പം നല്ലൊരു സമ്മാനം ഞാൻ തരും കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടെ വാങ്ങിച്ചോ. സന്തോഷമായോ? ഹാപ്പി ആയോ? അപ്പോഴേ ഈ മൊബൈൽ എൻ്റെ കയ്യിൽ എത്തിച്ചെന്ന് പറയുമ്പം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്ഥാപനമാണ്. ഇത് ഹരിപ്പാടാണ്. ഹരിപ്പാട് കുമാരപുരത്താണ് എയോൺ ഡിജിറ്റൽ ഹബ്ബ്. ഞാൻ അവിടെ വിളിച്ചിട്ട് പറഞ്ഞു ആരതി മോൾക്കൊരു മൊബൈൽ കൊടുക്കണം. വീഡിയോ കുറച്ചാൾ മുമ്പ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ കുഞ്ഞിന് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയപ്പോഴത്തേക്ക് സനിയായിട്ട് വിളിച്ച് സംസാരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫോൺ ഇവിടുന്ന് ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് തീരുമാനിക്കുമായിരുന്നു. ഇതാണ് സ്ഥാപനം എയോൺ ഡിജിറ്റൽ ഹബ്ബ്. ഒരുപാട് സന്തോഷം, നന്ദിയൊക്കെ അറിയിക്കുകയാണ്. അപ്പം ആരതി മോൾക്ക് ഈ ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. മോൾക്ക് വിഷമവും തോന്നണ്ട കേട്ടോ, രണ്ടുപേരും കൂടെ ഉപയോഗിക്കണം കേട്ടോ. പറഞ്ഞു കേട്ടോ. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പം ഇനി മോള് 10ൽ ഫുൾ A+ വാങ്ങിക്കുമ്പം ഇതിലും വലിയൊരു സമ്മാനം ഞാൻ തരും. ഓക്കെ? ഹാപ്പി അല്ലേ രണ്ടുപേരും? മോള് ഹാപ്പി അല്ലേ? അതെ. ചേട്ടൻ ഹാപ്പി അല്ലേ? ഹാപ്പി. സഹായിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഈ മക്കളാണ് ഈ ചേട്ടന്റെ ചിറകെന്ന് വേണമെങ്കിൽ പറയാം. സന്തോഷം അറിയിച്ചു. എൻ്റെ കൊച്ചിന് A+ എത്തി. മക്കളുടെ വിജയത്തിൽ സന്തോഷമില്ലേ? കൊണ്ട് A+. അടുത്ത മോക്കും A+ ഫുൾ. അവന് 10ലായിട്ടാണ് ജയിച്ചിരിക്കുന്നത്. അവളും ഫുൾ A+ നേടും. 100% എനിക്ക് ഉറപ്പുണ്ട് എന്ന്. സന്തോഷം.